എടവനക്കാട് ഫ്രണ്ട്സ് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നാടിന്റെ പ്രിയ ഗായകൻ ജോഷി വാചാക്കലിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് കരോക്കെ മെലഡി സിനിമാ ഗാന മത്സരവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. This news brought to you by Kalpaga Weddings, North Parvur. വാചാക്കൽ പടിഞ്ഞാറ് താമസിച്ചിരുന്ന ഗായകൻ ജോഷി വാചാക്കൽ അനുസ്മരണം എടവനക്കാട് ഫ്രണ്ട്സ് കലാവേദി നടത്തി. രാവിലെ ആരംഭിച്ച കരോക്കെ സിനിമാ ഗാന മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് 6 മണിക്ക് നടന്ന പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് KS സാജിദ് ഉദ്ഘാടനം ചെയ്തു. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് അംഗീകാരം ലഭിക്കുക സാധാരണ നിലയിൽ അവർ പ്രസിദ്ധരാകുമ്പോഴാണ്, പ്രഗത്ഭരാകുമ്പോഴല്ല, പ്രസിദ്ധരാകുമ്പോഴാണ്. കല എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുള്ള കലാപ്രകടനങ്ങളും അവരുടെ ഇടയിൽ നിന്നുണ്ടാവും. പക്ഷെ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടണമെന്നില്ല. സിനിമാ താരം ഞാറക്കൽ ശ്രീനി, ഫ്ലവേഴ്സ് ചാനൽ ഫ്രെയിം ഗായകൻ അശ്വിൻ, HIHSS മുൻ അധ്യാപകൻ നാസർ മാഷ് എന്നിവർ പങ്കെടുത്തു. ജോഷിയുടെ കുടുംബാംഗങ്ങളും ഫ്രണ്ട്സ് കലാവേദി പ്രവർത്തകരായ ബാബു അയ്യമ്പിള്ളി, VA പ്രകാശൻ, KB അജിത് കുമാർ, സിയാൻ സ്റ്റുഡിയോ ഉടമ റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ മുൻ കലാകാരന്മാരായ ഓണക്കളി ആശാൻ അശോകൻ, നാടൻ പാട്ട് കലാകാരൻ VA പ്രകാശൻ, ഓട്ടംതുള്ളൽ കലാകാരൻ രാഘവൻ അയ്യമ്പിള്ളി, പൊതുപ്രവർത്തകനും മുൻ പട്ടാളക്കാരനുമായ ഷെർലിൻ നായരമ്പലം എന്നിവരെ ആദരിച്ചു. റിയാസ്, അശ്വിൻ, ആര്യനന്ദ ബിനീഷ്, ബാബു, ഷെർലിൻ, പ്രകാശൻ, രതീഷ് നായരമ്പലം എന്നിവർ പാട്ടുകൾ പാടി. മുഖ്യ കോർഡിനേറ്ററും ജോഷിയുടെ പ്രിയ സുഹൃത്തും സിനിമാ മേക്കപ്പ് മാനും സംവിധായകനുമായ റോയ് എടവനക്കാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് രാത്രി 10 മണിയോടെ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, എടവനക്കാട്. നമ്മളുടെ ഇടയിൽ സ്നേഹത്തോടെ വസിക്കുന്നതാണ്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുക. സമയത്താണെങ്കിൽ രാത്രി 1 മണി 2 മണി ഞങ്ങൾ സംസാരിക്കും. ഷീല, അദ്ദേഹത്തിൻ്റെ വൈഫ് ഷീല ചീത്ത പറയുമ്പോഴാണ് ഈ കോൾ നിർത്തുന്നത്. ഞാൻ ജോഷിയുമായിട്ടുള്ള യാത്ര ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അവരുടെ വീട്ടുകാർക്കും പ്രകാശിയാനും ബാബുവിനൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും ജോഷിയും ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ശ്രീനിച്ചേട്ടൻ പ്രോഗ്രാമിലുണ്ടായിരുന്നു. അന്ന് ശ്രീനിച്ചേട്ടൻ്റെ ഗംഗയൊക്കെ പാടിയിരുന്നു. ഇപ്പോൾ എപ്പോഴും ശ്രീനിച്ചേട്ടൻ അതൊക്കെ പറയുന്നത് എന്നോട്. ശ്രീനിച്ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഫോട്ടോ ഉണ്ടപ്പോൾ ചോദിക്കുന്നതിനോട് ഇത് നമ്മുടെ ജോഷിയല്ലേ എന്ന് ചോദിച്ചപ്പം എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. അപ്പോൾ ജോഷിയെ ഞാൻ കൊണ്ടുപോകുന്ന വേദികൾ കുറവാണ്, പക്ഷേ മിസ്സായത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്.